morning to all. With great joy and pleasure, I feel privileged to extend my warm house of St. Stephen's College and the Physics Department, who has clapped all of us to the inauguration of the Silver Jubilee edition of Professor Selim K. Joseph Memorial All Kerala in Physics Quiz. Welcome all. Professor Selim K. Joseph was a sincere, dedicated, inspiring teacher who served the Department of Physics Uravu during 1978 to 1996. She was loud and responsive and colleagues. The God Almighty had been pleased to take her away from us at the age of 40. To commemorate her memory, the Physics Association of St. Stephen's College started All Kerala Physics Quiz competition in 1997. The Professor Selim K. Joseph Memorial Physics Quiz competition has become an icon of the department and the college. This year, Silver Jubilee edition of the quiz. So let's start the program. As we begin, let's seek the blessing of Almighty. I welcome Anu Reggie for the prayer song. Let kindly light amid and circling glow, lead me on. The night is dark, I am far from home. Lead me on. Keep to my feet, I do not ask to see the distant sea. Enough for me. Lead kindly light amid and circling glow. Love me on. Lead me on. There is nothing better than expectation. Welcome Professor Anu Thomas, Advisor to Physics Association, for the welcome address. Professor Selim K. Joseph Memorial, All Kerala Intercollegiate Physics Silver Jubilee Varsha Udghadana Yoga Adhyakshan Professor Kede, Head of the Department Physics. Kottayam Pradhan, His Excellency Mar Joseph Pandarasheri, Professor Lali K. Siriat, College Person Father James Nellikattil, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന പൂർവ്വവിധി SV ആശംസകൾ അറിയിക്കുന്ന C. Mary, Department Physics, Professor Thomas, former Head of the Department of Physics, Physics Association Secretary Alina PJ, participants, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളുടെ ഓർമ്മയ്ക്കായി ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും എന്ന ഓൾ കേരള ഇന്റർ കോളേജിയറ്റ് ഫിസിക്സ് ക്വിസിന്റെ ഉദ്ഘാടന ദിനം വളരെയേറെ ഈ സന്തോഷത്തിനുള്ള പലതാണ്. കോവിഡ് മഹാമാരി കാരണം ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയതിനാൽ ഫിസിക്സ് ക്വിസ്, അതായത് 24ാമത്തെ എഡിഷൻ നടത്തുന്നത്. സിൽവർ ജൂബിലി വർഷത്തിൽ ഫൈനൽ റൗണ്ട് സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ വെച്ച് തന്നെ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് എന്ന ഒന്നാമത്തെ കാര്യം. കേരളത്തിലുടനീളമുള്ള 50 കോളേജുകളിലുള്ള വിദ്യാർത്ഥികളുടെ സാന്നിധ്യം, കരുതലും
അനുഗ്രഹവും ബഹുമാനപ്പെട്ട മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിന്റെ സാന്നിധ്യം, പ്രിയപ്പെട്ട ജിൻസ് കഴിഞ്ഞ പിന്തുണ എന്നിവയെല്ലാം സന്തോഷം നൽകുന്ന കാരണങ്ങളാണ്. ക്വിസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പ്രാരംഭ ചർച്ചകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളും വളരെ ക്രിയാത്മകമായി ഏകോപിപ്പിച്ച് കൊണ്ടിരിക്കുന്ന കർണാടക യോഗ അധ്യക്ഷൻ പ്രൊഫസർ സെബാസ്റ്റ്യൻ കെ.ജെയെ ഔപചാരികമായി സ്വാഗതം ചെയ്തു. അതിരൂപതയിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവിനെ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഫിസിക്സ് അസോസിയേഷന്റെ പേരിൽ സ്വാഗതം ചെയ്തു. കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മുന്നിൽ നിൽക്കുന്ന പ്രിൻസിപ്പൽ പ്രൊഫസർ ലല്ലി കെ സെരേക്കിനെ ചടങ്ങിലേക്ക് സ്വാഗതം. കോളേജിന്റെ വികസന മുഖം പ്രിയപ്പെട്ട പ്രസാർ ജിൻസ് നെല്ലിക്കാട്ടിലച്ഛനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന വിദ്യാർത്ഥി സുരക്സ് എസ് വി, സെലിൻ മിസിന്റെ സഹപ്രവർത്തകരും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മുൻ മേയർ ആയിരുന്ന പ്രൊഫസർ സിയു മേരി, പ്രൊഫസർ ചെറിയാൻ തോമസ് എന്നിവരെയും വളരെ സ്നേഹാദരവോടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ക്വിസ് മത്സരാർത്ഥികൾ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെയും പ്രിയാർത്ഥികളെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir, for your beautiful words. It inspires others to dream more, learn more, do more, and become more. You are a leader. Best describes our beloved head of the department, Professor Sebastian K.J. I invite sir for address. അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ്, പ്രൊഫസർ ലല്ലി കെ സെരിയെ, പ്രൊഫസർ സെലിൻ കെ ജോസഫ്, പ്രഭാഷകൻ ശ്രീ സൂരജ് എസ് പി, ആദരണീയനായ കോളേജ് ദർശ നെല്ലിക്കാട്ടിൽ, ബഹുമാന്യരായ മുൻ HODs മേരി ടീച്ചർ, ചെറിയാൻ സാർ, ഫിസിക്സ് അസോസിയേഷൻ സ്റ്റാഫ് അഡ്വൈസർ അനു സാർ, സെക്രട്ടറി അജയ്, കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും ഉള്ള മത്സരാർത്ഥികളെ, സ്റ്റീഫൻസ് കുടുംബാംഗങ്ങളെ, പ്രവർത്തകരെ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആദരിക്കുകയും ചെയ്തിരുന്ന മാതൃകാധ്യാപകയായിരുന്ന സെലിൻ ടീച്ചറിന്റെ ഓർമ്മയിൽ പ്രണാമം അർപ്പിക്കുന്നു. കെ ജോസഫ് മെമ്മോറിയൽ ഓൾ ആ ഫിസിക്സ് അതിന്റെ സിൽവർ ജൂബിലി നിറവിൽ എത്തിയിരിക്കുന്നു. സെന്റ് സ്റ്റീഫൻ ദിനം വിശിഷ്യ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലും അഭിമാന നിമിഷങ്ങൾ. കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള കലാലയങ്ങളിലെ ഫിസിക്സ് വിദ്യാർത്ഥികൾ അവരുടെ അവസരത്തിലുള്ള മാറ്റുരയ്ക്കുന്ന യുണീക് ആയ ഫിസിക്സ് ക്വിസിന്റെ ജംപ് എപ്പിസോഡ് അഭിമന്യ പിതാവ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. കേരളത്തിലെ നമ്മുടെ ഫിസിക്സ് ക്വിസ് സുപരിചിതമാണ്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കോളേജിൽ MSc അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ കോളേജിനെ കുറിച്ച് അറിഞ്ഞത് ഈ ക്വിസ് കോമ്പറ്റീഷൻ വഴിയാണ് എന്ന് പറയാറുണ്ട്. കൊറോണ മഹാമാരിയെ തുടർന്ന് പല മത്സരങ്ങളും ഉപേക്ഷിക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ മത്സരം ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ ബ്ലൻഡഡ് മോഡിലാണ് മത്സരങ്ങൾ. പ്രിലിമിനറി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ഫൈനൽ കോളേജിൽ വെച്ച് നേരിട്ടും നടത്തുന്നു.
50 ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന അഭിനന്ദന്മാർ ജോസഫ് യും കടപ്പാടും ഈ അവസരത്തിൽ 1997 ഈ പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ അസോസിയേഷൻ സെക്രട്ടറി ആയിരുന്ന സൂരജ് SV ആണ് അനുരഞ്ജന പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹം അന്നത്തെ ആയിരുന്നു. അന്നത്തെ സ്റ്റാഫ് അഡ്വൈസർ മിന്നിവിസിനോട് HOD ചേർന്ന് നടത്തിയ പരിശ്രമങ്ങൾ ഇപ്പോൾ നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കുന്ന മുൻ HOD മേരി ടീച്ചറിനോടും മുൻ HODയും ആദ്യത്തെ ക്വിസ് മാസ്റ്ററുമായ ചെറിയാൻ സാറിനോടുള്ള നന്ദിയും അറിയിക്കട്ടെ. ഒരു നല്ല തുടക്കമാണ്. ഇന്നും അഭിമാനകരമായി ഈ പോകുവാനുള്ള ഊർജം ഞങ്ങൾക്ക് നൽകുന്നത്. ഒരു വലിയ അപ്ഗ്രേഡേഷനിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ 2 MSc ക്ലാസ് റൂമും ICT എനേബിൾഡ് ആക്കി മാറ്റിക്കഴിഞ്ഞു. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും ഗവൺമെന്റിന്റെ റൂസ ഫണ്ടിന്റെയും സഹായത്തോടെ സാധ്യമാക്കിയത്. അസോസിയേഷനോടും മാനേജ്മെന്റിനോടും ഉള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിനായി കോളേജ് മാനേജ്മെന്റും പ്രിൻസിപ്പലും അനധ്യാപകരും ഒരു ടീമായി അധ്വാനിച്ചതിന്റെ ഫലമായി കോളേജിന്റെ മുഖച്ഛായ തന്നെ ഇരിക്കുന്നു. അക്രഡിറ്റേഷനിൽ നമുക്ക് ഒരു ഉയർന്ന ക്ലാസ് അല്ലെങ്കിൽ എങ്കിലും ലഭിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വികസനത്തിനെല്ലാം ഊർജ്ജസ്വലനായ നമ്മുടെ കോളേജ് പ്രസാദ് ഡീൻ സച്ചിനെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അർപ്പിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിന്റെയും ക്ഷേമത്തിനായി അക്ഷീണം ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഭാഗമായ ലല്ലി മിസ്സിനോടുള്ള നന്ദിയും അറിയിക്കട്ടെ. ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തോമസ് മാത്യു സാറിന് PhD ലഭിച്ച വിവരം സസന്തോഷം ഞാൻ ചെയ്യുകയാണ്. അലൂമിനിയുടെ സപ്പോർട്ടോടെ ഫിസിക്സ് അലൂമിനി ഇനീഷ്യേറ്റീവ് എന്ന ഒരു സംരംഭം ആരംഭിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിൻസിപ്പൽ ലല്ലി മിസ് വിരമിക്കുകയാണ്. എങ്കിലും ഡിപ്പാർട്ട്മെന്റ് തോമസ് സാറിന്റെയും അനുസാറിന്റെയും യുവ നേതൃത്വത്തിന് കീഴിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സഹായ 24 വർഷങ്ങളിലായി ഇത് തുറന്നുകൊണ്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പളും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും എല്ലാവരെയും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഇടയിൽ വളർത്താൻ സഹായകരമാണ് എന്ന് ഭാഷണത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും നമുക്ക് കേട്ട് കഴിഞ്ഞു. കാരണം ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ അറിഞ്ഞു വന്ന അനേകം സ്റ്റുഡന്റ് ഇന്റർ കോളേജിയറ്റ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തവരാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പൊ അത്രമാത്രം ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കുട്ടികളുടെ ഇടയിൽ വളർത്താൻ കൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ്. ആ പഠനത്തിന് ഒരു വലിയ ഇൻട്രസ്റ്റ് ആവശ്യമുണ്ട്. ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് നല്ല നിലയിൽ എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സഹായകരമായി തീരട്ടെ എന്നും ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഇതിലെ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെന്നും പഠിച്ചുകൊണ്ടേയിരിക്കുക. പഠനം അവസാനിക്കുന്നില്ല. നമ്മുടെ മരണം വരെയും നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിവ് സമ്പാദിക്കാൻ നാം എല്ലാവരും ശ്രമിക്കുക. മാത്രമേ നമുക്ക് അറിവ് വർദ്ധിക്കുകയുള്ളൂ. രാജ്യം നമ്മുടെ അറിവിലൂടെ പ്രാപിക്കുകയുള്ളൂ. അതിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതിന് അധ്യാപകര്
അംഗീകരിക്കപ്പെടുമ്പോൾ നല്ല അധ്യാപകരാളികളിലും സ്കൂളുകളിലുമൊക്കെ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ പൊതുസമൂഹം മനസ്സിൽ അവരുടെ ഓർമ്മയിൽ അവരെ സൂക്ഷിക്കുന്നത് എന്നതിന് ഉത്തമമായ മാതൃകയായ തോമസും ഇപ്പോഴുള്ള ഈ ഫിസിക്സ് ഇന്റർ കോളേജ് കോമ്പറ്റീഷനും നല്ല അധ്യാപകർക്ക് എന്നും സമൂഹത്തിൽ വിലയുണ്ട്. അവരെ വിദ്യാർത്ഥികൾ അവരെ ആദരിക്കുക. നല്ല സൗഹൃദങ്ങളും ഇൻട്രസ്റ്റും നല്ല താല്പര്യങ്ങളും ഒക്കെ എന്നും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് ഉപസംഹരിച്ച് ഈ ഒരു ഇന്റർ കോളേജിയറ്റ് ഫിസിക്സ് കോമ്പറ്റീഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Hissi, for providing his gracious presence to join us today by enhancing our joy. Tears, smiles, and memories. The tears dry, the smiles fade, but the memory lasts forever. They never fade. I invite Mr. Suraj SV, Director of Operation Informatics Techno Solution, for the memorial talk. Thank you, Tony. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സെബാസ്റ്റ്യൻ സർ, യോഗം ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യ ബിഷപ്പ് മാർ ജോസഫ് പണ്ടാർ, പ്രിൻസിപ്പൽ ലല്ലി മിസ് നെല്ലിക്കാട്ടിൽ, മേരി ടീച്ചർ സർ, പ്രൊഫസർ അനു തോമസ്, അസോസിയേഷൻ സെക്രട്ടറി അലീന, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, ആദരണീയരായ അനധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ക്വിസ് മാസ്റ്റർ, ഈ ക്വിസ് കോമ്പറ്റീഷനിൽ വിദ്യാർത്ഥികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനുള്ള ശിഷ്യ സമൂഹം ഇന്ന് എന്തായി തീർന്നിട്ടുണ്ടെങ്കിലും അത് ഓരോരോ സമയങ്ങളിൽ നമ്മുടെ പകർന്നു നൽകിയിട്ടുള്ള ചെറുതും വലുതുമായ അറിവുകളിൽ നിന്നാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അവരുടെ വാക്കുകൾ താങ്ങായി തണലായി നമ്മെ നേർവഴിക്ക് നയിക്കുന്നു. തന്നെ സെലിൻ ടീച്ചറുടെ ആത്മാവിന് മുന്നിൽ അർപ്പിക്കുന്നു. എൻ്റെ ഓർമ്മകൾ ഏതാണ്ട് ഒരു 25 വർഷം പുറകിലേക്കാണ് എത്തിയിരിക്കുന്നത്. 10-12-1900 സെന്റ് സ്റ്റീഫൻസ് കോളേജ്, കാലത്തിന് ഒരിക്കലും മാറാനാവാത്ത, മായ്ക്കാനാവാത്ത ഓർമ്മ പുഷ്പങ്ങൾ ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ രൂപത്തിൽ സെലിൻ ടീച്ചർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ദിവസം ഗുരുപൂജയായിരുന്നു. ടീച്ചറോടുള്ള ഒരുപാട് പേരുടെ സ്നേഹത്തിന്റെയും ഗുരുഭക്തിയുടെയും ഒരു അർച്ചന. ടീച്ചർ പരിചയം പറഞ്ഞാൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് വരുമ്പോഴാണ് പരിചയപ്പെടുന്നത്. സെഷനിലായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നത്. ഇപ്പോഴും എനിക്ക് നമുക്ക് ഓർമ്മയുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ് റൂമിൽ വന്ന ടീച്ചർ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് അതിനുശേഷം ഞാൻ അസോസിയേഷൻ സെക്രട്ടറി ആയി സെക്കൻഡ് ഇയർ. അപ്പോൾ ഒരു ചെറിയ ചിന്യം ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ രൂപം മാറി. പിന്നെ നിങ്ങളുടെ മിന്നി മിസ്സും അന്നത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരുന്ന മേരി ടീച്ചർ, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ, പ്രിൻസിപ്പൽ ജോസഫ് ജോർജ് സാറ്, മാനേജ്മെന്റ് എല്ലാവരും ഒത്തൊരുമിച്ചു. മിന്നി മിസ്സിനോടും ചെറിയാൻ സാറിനോടും എൻ്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. അത്രയ്ക്ക് അധികം സപ്പോർട്ടായിരുന്നു അവരുടേത്. സെലിൻ ടീച്ചറിന്റെ കുടുംബവും പ്ലേറ്റോസ് അക്കാഡമിയിലെ അന്നത്തെ ജയേന്ദ്രൻ സാറ് ഞങ്ങളുടെ പൊത്തിയിരുന്നു. അപ്പോൾ അതൊരു വലിയമായി മാറുകയായിരുന്നു. ഈ പ്രോഗ്രാമിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ യങ് ജനറേഷനിലെ എൻ്റെ ജൂനിയേഴ്സിനോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ നോവൽ ആൽക്കമിസ്റ്റിൽ
പൗലോ കൊയ്ലോ പറയുന്നതാണ്. വെൻ യു വാണ്ട് സംതിങ് കോൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. ആത്മാർത്ഥമായി ഏതൊരു കാര്യം നേടിയെടുക്കാൻ നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നമുക്ക് വേണ്ടി ഒരുങ്ങി വരും. അത് വിജയം ചെയ്യും. ഇനിയിപ്പോൾ 25 വർഷത്തെ ഈ കോമ്പറ്റീഷന്റെ വിജയഗാഥ മനസ്സ് സന്തോഷമാണ് നൽകുന്നത്. നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിന്റെ ചിറകിലൂടെ സെലിൻ ടീച്ചറുടെ പറക്കട്ടെ. ടീച്ചറുടെ കുടുംബത്തിനും നന്മകൾ നേരുന്നു. ഞാനിവിടെ ഒരു വ്യക്തിയായിരിക്കുന്നത് അന്നത്തെ അസോസിയേഷൻ സെക്രട്ടറി എന്നതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് 1997 ഈ ഓരോരുത്തരെയുമാണ്. നേരിട്ടും അല്ലാതെയും എല്ലാവരുടെയും സഹകരണം ഒരുപാട് വലുതായിരുന്നു. BSc ഫിസിക്സ്, MSc ഫിസിക്സ് ഇലെ എല്ലാ സ്റ്റുഡൻസും, പിന്നെ എൻ്റെ തോളോട് തോൾ ചേർന്ന് എൻ്റെ ക്ലാസ്മേറ്റ്സ് സെക്കൻഡ് DC ഫിസിക്സ് 1997-98 എല്ലാവരും ഞാനിവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഒരിക്കൽ കൂടി സെലിൻ ടീച്ചറിന്റെ പ്രണമിക്കുന്നു, സ്മരിക്കുന്നു എന്നതിന് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനും കോളേജിലൂടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you. Thank you, sir, for your valuable memories. Someone can easily get lost in the fire, but strong women are built from it. As the strongest of our college, the lady with the beautiful smile. I welcome Principal St. Stephen's College, Ullawood Station. എല്ലാവർക്കും നമസ്കാരം. 25ാമത് പ്രൊഫസർ ജോസഫ് മെമ്മോറിയൽ ഇന്റർ കോളേജിയേറ്റ് ഫിസിക്സ് ക്വിസ് കോമ്പറ്റീഷൻ സംസാരിച്ച അഭിമന്യ പിതാവ് മാർ ജോസഫ് പണ്ടാരശ്ശേരി, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് KJ സെബാസ്റ്റ്യൻ സർ, മുൻ HODമാരായ പ്രൊഫസർ സി ടീച്ചർ, പ്രൊഫസർ ഡോക്ടർ ചെറിയാൻ തോമസ് സർ, അധ്യാപകർ, കോളേജ് ബർസ ഫാദർ ജിൻസ് നെല്ലിക്കാട്ടിൽ, ഓർമ്മകൾ നമ്മൾക്ക് മുമ്പിൽ പങ്കുവെച്ച അലുമിനി റെപ്രസെന്റേറ്റീവ് SV, സ്റ്റാഫ് അഡ്വൈസർ അനു തോമസ്, അസോസിയേഷൻ സെക്രട്ടറി PJ, കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളായ വിദ്യാർത്ഥി, ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മറ്റു വിദ്യാർത്ഥിനികളെ, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ആയിരുന്ന സെലിൻ ടീച്ചർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഈ നവംബർ 15-ന് ടീച്ചറുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. ടീച്ചറിന്റെ പേരിൽ ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫിസിക്സ് അസോസിയേറ്റ് നടത്തി വരുന്ന ഇന്റർ കോളേജിയേറ്റ് ഫിസിക്സ് ക്വിസ് കോമ്പറ്റീഷനും 25 വർഷം പൂർത്തിയാക്കുകയാണ്. 25 വർഷം മുമ്പുള്ള ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, അന്നത്തെ ടീച്ചറിന്റെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിന്റെ വേർപാട് വേദനാജനകമായ നഷ്ടമായിരുന്നു. മുമ്പുള്ള ഉഴവൂർ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ 18ഓളം അധ്യാപകർ ഉണ്ടായിരുന്നു. മെയിനും സബ്സിഡിയറിയും ഒക്കെ ഫിസിക്സ് പഠിക്കുന്ന 300-നടുത്ത് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രിയുടെ 2 വർഷങ്ങളിലുമായി 12-ലധികം പ്രീ ഡിഗ്രി ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അവർക്കിടയിൽ വളരെ ഊർജ്ജസ്വലയായി ഓടി നടന്നിരുന്ന ടീച്ചർ പെട്ടെന്നാണ് രോഗാതുരിയായത്. ഒക്കെ കഴിഞ്ഞ് പഴയതിലും ഉത്സാഹവതിയായി ടീച്ചർ തിരിച്ചെത്തിയ ഡിപ്പാർട്ട്മെന്റ് PG ഡിപ്പാർട്ട്മെന്റായി മാറിയിരുന്നു. രോഗത്തിന്റെയും മരുന്നിന്റെയും ക്ഷീണമോ ഒന്നും കൂടാതെ ആഗ്രഹപൂർവ്വം MSc ക്ലാസ്സുകളും ടീച്ചർ പഠിപ്പിച്ചു. സജീവമായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്. സൂര്യന് താഴെയുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും വളരെ ചർച്ചകൾ നടന്നിരുന്നു. അന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായ
എന്നെങ്കിലും തമ്മിൽ തമ്മിൽ പരസ്പരം സൗഹൃദങ്ങൾ കൈമാറാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ അന്നത്തെ കാലത്ത് സമയം കണ്ടെത്തിയിരുന്നു. എല്ലാങ്ങളിലും സ്വതസിദ്ധമായ നർമ്മത്തോടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിറപുഞ്ചിരിയോടി നടക്കുന്ന ടീച്ചറിന്റെ മുഖം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. പരിചയം മാത്രമേ ടീച്ചറുമായിട്ട് എനിക്കുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ പച്ചപിടിച്ചു നിൽക്കുന്നു. വീട്ടിലായാലും ഡിപ്പാർട്ട്മെന്റിലായാലും ക്ലാസ്സിൽ വിദ്യാർത്ഥികൾക്കും ഓരോ നിമിഷവും ജീവിതം ആസ്വദിച്ചയാളാണ് ടീച്ചർ. മക്കളുടെയും ഭർത്താവിന്റെയും നിൽക്കുന്ന പോലും വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരാത്ത പോലെ. അതുപോലെ മാതാപിതാക്കൾ സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ള കുട്ടിക്കാലം മുതലുള്ള ജീവിതത്തിലെ സെലിൻ ടീച്ചർ. അങ്ങനെയുള്ള സെലിൻ ടീച്ചറിന്റെ വിയോഗം ഒരു നഷ്ടമായിരുന്നു. ജീവിതത്തിൽ ഇതുപോലെ നഷ്ടങ്ങളും തിരിച്ചടികളും ഉണ്ടാവുക സ്വാഭാവികം. തളരാൻ പാടില്ലല്ലോ. സെലിൻ വിയോഗം ഉഴൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ നഷ്ടമായി. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നേട്ടമാണ് ടീച്ചറിന്റെ ഓർമ്മയ്ക്കായി വരുന്ന ഇന്റർ കോളേജിയേറ്റ് ഫിസിക്സ് ക്വിസ് കോമ്പറ്റീഷൻ. കേരളത്തിലെ കോളേജുകളിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഇന്റർ കോളേജിയേറ്റ് ഫിസിക്സ് ക്വിസ് ആണ് പ്രൊഫസർ സെലിൻ കെ ജോസഫ് മെമ്മോറിയൽ ഫിസിക്സ് ക്വിസ് കോമ്പറ്റീഷൻ. കോവിഡ് കാലത്തെ ലോക്ക്ഡൌണിലും മുടക്കം വരാതെ ഓൺലൈനായി കഴിഞ്ഞതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സാരഥിയായ സെബാസ്റ്റ്യൻ സാറിന്റെയും സഹപ്രവർത്തകരായ തോമസ് മാത്യു സാറിനെയും അനു സാറിനെയും മറ്റ് അധ്യാപകരെയും ഫിസിക്സ് അസോസിയേഷനെയും പൂർവ്വം അഭിനന്ദിക്കുന്നു. ഓർമ്മ പ്രഭാഷണത്തിന്റെ ഭാഗമായി ഈ ക്വിസ് കോമ്പറ്റീഷൻ അന്ന് ഏർപ്പെടുത്തുവാൻ അന്നത്തെ HOD അസോസിയേഷൻ ഇൻചാർജായ മിനി ടീച്ചറിന്റെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇറങ്ങിയത്. ഓർമ്മകൾ പങ്കുവെച്ച് സൂരക്സിന്റെ നേതൃത്വത്തിൽ ഫിസിക്സ് അസോസിയേഷനിലെ വിദ്യാർത്ഥികൾ ഫണ്ട് കളക്ഷന് ഒക്കെയാണ് അധ്വാനിച്ചത് നേരിട്ടറിയാം. പൂർവ്വ ട്രോഫികൾ സ്പോൺസർ ചെയ്തു. ടീച്ചറിന്റെ ദീപ്തമായ സ്മരണ നിലനിർത്തുന്ന അന്നത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ടീച്ചറിന്റെ വീട്ടുകാരും ഒക്കെ ചെയ്ത പരിശ്രമം അതിന് തുടർച്ചയുണ്ടാവണം. സെബാസ്റ്റ്യൻ സാറും പറഞ്ഞതുപോലെ സാറും ഞാനും ഒക്കെ ഈ വർഷം റിട്ടയർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറിനെ ഓർമ്മിക്കുന്നവർ ആരുമില്ല. 25ാമത് സെലിൻ കെ ജോസഫ് മെമ്മോറിയൽ ക്വിസ് കോമ്പറ്റീഷൻ എല്ലാ ഭാവങ്ങളും നേരുന്നതിനോടൊപ്പം പൂർവാധികം ഭംഗിയായി ഏറ്റെടുത്ത് നടത്തും എന്ന് ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. തോമാത്തി സാറും അനുസാറും ഈ ക്വിസ് കോമ്പറ്റീഷൻ ഒരു ലെഗസിയായി സാറിന് പിൻഗാമികളും ക്വിസ് കോമ്പറ്റീഷന്റെ ലെഗസി മറന്നു പോകാതിരിക്കട്ടെ എന്ന് നാട്ടിലെ എല്ലാ കോളേജുകൾക്കും മാതൃകയായി ഈ ക്വിസ് കോമ്പറ്റീഷൻ എന്നാ വിരാജിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈ ക്വിസിന്റെ ചരിത്രത്തിൽ ക്വിസ് മാസ്റ്റേഴ്സ് ആയിരുന്നത് ഏറിയ വട്ടവും ഗവൺമെന്റിലെ അധ്യാപകർ തന്നെയായിരുന്നു. ആദ്യത്തെ ക്വിസ് മാസ്റ്റർ ആയിരുന്ന തോമസ് നമ്മോടൊപ്പമുണ്ട്. മത്സരങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് TV-യിൽ മാത്രമാണ്. അന്നത്തെ TV സ്റ്റാർസിനെയൊക്കെ കിട്ടുന്ന പ്രകടനമായിരുന്നു ചെറിയാൻ സാറിൻ്റെതെന്ന് ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറോ LCD പ്രൊജക്ടുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്തും ഓഡിയോ ഗ്രൗണ്ടുകളോ ഒക്കെയായി വളരെ പ്രൊഫഷണൽ ആയിട്ടായിരുന്നു ചെറിയാൻ സാറും ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ക്വിസ് മത്സരം നടത്തിയിരുന്നത്. കേരളത്തിന്റെ വിവിധ അധ്യക്ഷ പ്രസംഗത്തില് സെബാസ്റ്റ്യൻ സാർ വളരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം
നിന്ന് വിദ്യാർത്ഥികൾ ഇതിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. ചില വർഷങ്ങളിൽ ക്വിസ് മാസ്റ്റർ ആവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു എന്നതിൽ ഓർക്കുകയാണ്. പഠിക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയും ഒക്കെ ഫിസിക്സ് പഠിച്ചെങ്കിലും ഫിസിക്സിന്റെ സൗന്ദര്യവും ആ വിഷയത്തിന്റെ സൗന്ദര്യവും അതിന്റെ മാധുര്യവും ഒക്കെ ക്വിസ് മാസ്റ്റർ എന്ന നിലയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയപ്പോഴാണ്. ത്തിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നല്ല എഫർട്ട് വേണം. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ എക്സ്ട്രാ എഫർട്ട് ഇടുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ വഴികളിൽ നിന്ന് അല്പം മാറി നടക്കുമ്പോൾ, അല്ലെങ്കിൽ അല്പം എക്സ്ട്രാ അധികം കൂടുതൽ നടക്കാൻ തയ്യാറാണല്ലോ, അതുവരെ കാണാത്ത കാഴ്ചകളും വിസ്മയങ്ങളും ഒക്കെ കാണാനും അറിയാനും ഒക്കെ നമുക്ക്. ഉത്തരങ്ങളിലല്ല, ചോദ്യങ്ങളിലാണ് ശരിയായ അധ്യാപകനും ജനിക്കുന്നത്. വിദ്യാഭ്യാസം അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നതും ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിയുമ്പോഴാണ്. പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതിന്റെ ദൈവിക ലോകം അനുഭവ വേദ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിന് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല എന്ന് സെബാസ്റ്റ്യൻ സാർ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നുകൊണ്ടാണ് ഇത് അല്പം നീട്ടി പറഞ്ഞു പോയത്. ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാ അധ്യാപകരോടും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച അഭിവന്യ പിതാവിന് കോളേജിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. Thank you, ma'am, for your contributions. Darkness cannot drive out darkness. Only light can do that. She was the light of our dad who guided us with her wisdom and knowledge. Now I invite Professor C.U. Mary, former HOD of our department, for the felicitation. His Excellency Joseph Pandarasheri, Principal Professor Ellie Friet, Head of the Department of Physics, Professor K.J. Sebastian, Professor of the College, Reverend Father Jins Nellikattil, Professor Jerian Thomas, Association Staff Advisor Professor Anu Thomas, beloved teaching and non-teaching staff of the department, and dear beloved students. എൻ്റെ പ്രിയ സുഹൃത്തും എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരിയുമായിരുന്ന പ്രൊഫസർ സ്വലിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. പാതി വിടർന്ന പുഞ്ചിരി സ്വലിൻ്റെ മുഖം വർഷം പിന്നിട്ടിട്ടും മങ്ങാതെ നമ്മുടെ മനസ്സുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. 97 ഫിലിൻ്റെ 1ാം ചരമവാർഷികത്തിൽ പ്രൊഫഷൻ സ്റ്റുഡൻസ് സ്റ്റാഫ് പ്രൊഫസർ മിനി പിൽപ്പുമായി അവരുടെ പ്രിയപ്പെട്ട ഫെലിൻ ടീച്ചറിൻ്റെ ഓൾ കേരള ഇന്റർ കോളേജ് കോമ്പറ്റീഷൻ തുടങ്ങുന്നതിനുള്ള നിർദ്ദേശവുമായി മുന്നോട്ട് വന്നപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ അധ്യാപകരുമായി ആലോചിച്ച് ഇതിൽ ആദ്യമായി ഇതുപോലെ ഒരു സംരംഭം തുടങ്ങുവാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ആർട്ടിസ്റ്റിന് ഞങ്ങൾക്ക് അല്പം ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും പാലക്കാട് കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിലെ നല്ലൊരു നമ്പർ ടീംസ് ഇതിൽ പങ്കെടുക്കുവാൻ എത്തുകയും
ഉണ്ടായി. ആദ്യത്തെ ക്വിസ് മാസ്റ്റർ ചെറിയാൻ സാറിൻ്റെ ചോദ്യാവതരണം ഏറെ പ്രശംസനീയമായിരുന്നു. ഓഡിയോ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സും അസോസിയേഷൻ ഭാരവാഹികളും കൂടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് ഉത്തരവാദിത്തങ്ങൾ അങ്ങനെ ആദ്യത്തെ മത്സരം വൻ വിജയമായത് ഈ പ്രോഗ്രാം തുടർന്നുകൊണ്ട് പോകുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യമേ. നല്ല നിലയിൽ ഈ കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ട് പോകുന്നതിൽ അതാത് വർഷങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വളരെയേറെ താല്പര്യം കാണിക്കുന്നത് പ്രശംസനീയമാണ്. കുട്ടികളും ഒന്നിച്ചു കൈകോർത്താൽ ഏത് വലിയ കാര്യവും നടപ്പിലാക്കാൻ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് 25 വർഷം തുടർന്നു കൊണ്ടുപോകുന്ന ഈ കോമ്പറ്റീഷൻ. അഭിമന്യ പണ്ടാരശ്ശേരി പിതാവിൻ്റെ ഏറ്റുമായ കുടുംബ വീടിൻ്റെ അയൽവാസി കൂടിയായിരുന്ന സ്വലിൻ്റെ ഭരണയ്ക്കായുള്ള ഈ പ്രോഗ്രാമിൻ്റെ സിൽവർ ജൂബിലി ഇനോഗ്രേഷൻ തന്നെ കിട്ടിയത് തികച്ചും ഉചിതമായി. അഭിമന്യ പിതാവിന് എൻ്റെ അഭിവാദ്യങ്ങൾ. അതുപോലെ തന്നെ സ്വലിൻ ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങൾ തുടക്കം മുതൽ ഇപ്പോഴും വളരെയേറെ താല്പര്യത്തോടെ ഇതിൽ സഹകരിക്കുന്നു എന്നുള്ളതും നന്ദിയോടെ. വരും വർഷങ്ങളിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ക്വിസ് കോമ്പറ്റീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർവ്വം ഭംഗിയോടെ തുടർന്നു കൊണ്ടുപോകുവാൻ നമ്മുടെ അധ്യാപകർക്കും കിട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷത്തോടെ ക്ഷണിച്ച സെബാസ്റ്റ്യൻ സാറിനും ലലി ടീച്ചറിനും മറ്റെല്ലാ ഭാരവാഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you, ma'am, for your lovable words. And in with strong willpower and patience, and also a person with adequate knowledge and wisdom. I invite Professor Cherian Thomas, former HOD and debut of Quiz Master. സാറേ കേൾക്കുന്നില്ല. സാറേ ഓഡിയോ മ്യൂട്ടാണേ. അഭിനന്ദന തിരുമേനി, യോഗാധ്യക്ഷൻ സാറ്, പ്രിൻസിപ്പൽ അല്ലി ടീച്ചർ, CA മേരി ടീച്ചർ, മറ്റു എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും, ആ മധ്യത്തിൽ ഒരു സ്ഥാപനത്തിൽ കയറിയിട്ടാണ് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ആസ്വദിച്ച ഒരു സ്ഥാപനമാണ്. എനിക്ക് സാധ്യമല്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഈ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഐക്യമാണ് യഥാർത്ഥത്തില് ഇത്രയും വിജയപ്രദമായി ഈ ഒരു നിർവിഘ്നം
നടത്തിക്കൊണ്ടു പോരാൻ ശരിയാണ്. ഞാൻ സർവീസ് ചെയ്തപ്പോൾ എനിക്ക് അറിയാം എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയായിരുന്നു. അത് മറ്റു ഡിപ്പാർട്ട്മെന്റുകാർക്ക് അറിയാം എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അക്ഷരം ഞാൻ മനസ്സിലാക്കിയത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. സാധിച്ചത് ഞാൻ യഥാർത്ഥ ദൈവത്തെ സ്തുതിക്കുക. മറ്റൊന്ന് ഇന്റർവ്യൂവിൽ ജോലി അവരാണ്. യഥാർത്ഥം ഞങ്ങൾ വളരെ ഒരു വലിയൊരു സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നവരുമാണ്. യഥാർത്ഥത്തില് സെലിൻ ടീച്ചറിന്റെ വിയോഗം എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് സങ്കടപ്പെടുത്തതാണ്. കാരണം ഞാൻ പിണങ്ങുകയും ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് ഈ സെലിൻ ടീച്ചർ മാത്രമായിരിക്കും. കാരണം ഞങ്ങളുടെ ആ ബന്ധം അങ്ങനെ വളർന്നതായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. സെലിൻ ടീച്ചറാണ്, പ്രാർത്ഥിക്കുകയാണ്. ആത്മാർത്ഥതയുള്ള അധ്യാപിക, പുഞ്ചിരിയോടെ വിദ്യാർത്ഥികളുമായി സഹകരിക്കുന്ന അധ്യാപിക, എല്ലാ കാര്യത്തിലും സ്നേഹത്തോടെ ഇടുന്ന അധ്യാപക, മത്സരത്തിൽ കൂടെ എന്നാളും നിലനിൽക്കട്ടെ. ഈ ക്വിസാണ് അവിടെ ഇവിടെ മുമ്പ് സംസാരിച്ച സെബാസ്റ്റ്യൻ സാറും ഒക്കെ പറഞ്ഞല്ലോ, ഞാനായിരുന്നു ആദ്യത്തെ ക്വിസ് മാസ്റ്റർ. ശരിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു. ആദ്യത്തെ ആ ക്വിസിന്റെ ഒന്ന് പറയാം. അതിതായിരുന്നു. അതായത് ഞാൻ ഈ ഐഡൻ റൗണ്ട് ഉണ്ടായ ഒരു സാധനം ഫ്ലോപ്പി ആയിരുന്നു, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഫ്ലോപ്പി. അന്ന് കുട്ടികൾ ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യം ആരോട് ചോദിച്ചു അവർ പറഞ്ഞില്ല. പിന്നെ ഒരു ടീമാണ് പറയുന്നത്. പിന്നീട് ഞാൻ എത്രയോ ഫ്ലോപ്പി ഉപയോഗിച്ചു. എന്റെ അലമാരി ഫ്ലോപ്പി ഇപ്പോൾ കെട്ടിക്കിടക്കുക. ഇതിന്റെ വളർച്ചയുടെ തമാശ എന്ന് പറയുന്നത് കുട്ടികളുടെ മുമ്പിലും കാണിച്ചാൽ ഇതെന്താണെന്ന് അവർ പറയുകയില്ല എന്നുള്ളതാണ്. വികാസത്തിന്റെ ഫ്ലോപ്പി ഒരുപാട് സാമൂഹ്യ തലത്തിൽ ഉപയോഗപ്പെട്ടു. ലക്ഷ്യമായി ഇപ്പോൾ ഫ്ലോപ്പി ഉപയോഗത്തിലില്ല. നോക്കി, കാലഘട്ടത്തിന്റെ ഒരു ചക്രം തിരിയും. ശാസ്ത്രത്തിന്റെ വികാസം പോകുന്ന പോക്ക് കണ്ടോ. പഠിക്കാനും ഇതുപോലെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. സെബാസ്റ്റ്യൻ സാർ ഈ വർഷം റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഒരല്പം ബുദ്ധിമുട്ടോടെയാണ് കേൾക്കുന്നത്. കാരണം ഒന്ന്, സെലിൻ ടീച്ചറുമായിട്ട് ബന്ധമുള്ള രണ്ടുപേരെ ഡിപ്പാർട്ട്മെന്റ് മാറുന്നു. ഇവർ രണ്ടുപേർ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരുന്നു, ക്ലാസ്മേറ്റ്സ് ആണ്. ലല്ലി ടീച്ചർ ഇരിക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് തലപ്പത്ത് സെബാസ്റ്റ്യൻ സാർ ഇരിക്കുന്നു. രണ്ടുപേരും വളരെ കാലിബറുള്ള ആൾക്കാരാണെന്നുള്ളത് ആയിട്ട് സഹകരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. കാലിബർ സ്ഥാപനം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ആണ്. പുതിയ തലമുറ അത് മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കാലത്തിന്റെ തികവിൽ ഇത് സംഭവിച്ചേ മതിയാവും. എങ്കിലും അവർ ഇരിക്കുന്ന സുന്ദര നിമിഷം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിൽ വലിയ ആണല്ലോ, ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അവർക്ക് എല്ലാവിധ ആശംസകളും ഈ സമയത്ത് ഞാൻ താഴെയുള്ള അധ്യാപകരെ ഈ ക്വിസ് മത്സരം തുടർന്ന് കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആവശ്യമായ ആലോചനകൾ നൽകണം, ഭാവിയിലും പ്രേരണകൾ നൽകണം. സ്ഥാപനപ്രദമായത് പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ അവസരം എനിക്ക് നൽകിയ സെബാസ്റ്റ്യൻ സാറിനോട് പ്രത്യേകപ്പെടുത്തുന്നു. ക്രിസ്തുമസ് ആശംസകളും എല്ലാവർക്കും നേരുന്നു. എല്ലാം ഈ വർഷത്തെയും ക്വിസ് മത്സരം മുൻ വർഷത്തേക്കാൾ ഉപരിയായി മനോഹരമായി സെബാസ്റ്റ്യൻ സാറിനും എല്ലാ അധ്യാപകരെയും അനുമോദിക്കുന്നു.
അവർക്ക് തുടർന്ന് നടത്തുവാനുള്ള അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. Thank you, sir, for your enthusiastic words. As Alice Walker said, thank you is the best prayer that anyone could say. It expresses extreme gratitude, humanity, and understanding. I welcome Alina PJ, Association Secretary, for the vote of thanks. Function successful. Then I thank Honorable Chief Guest, His Excellency Ma Joseph Pandarachiril, Auxiliary Bishop of Archipelago of Kottayam, to take out the time from his busy schedule to grace the event more beautiful. Thank you for inspiring and encouraging with your words on the special day. A special thanks to our Principal, Professor Lalike Siri, for providing such immense support to make this event successful. I extend my gratitude to our physics department, Professor Sebastian Casey, to organize such an event in our college, even in the limited situation. Now I thank Surek sir for expressing his valuable memories. I think this section was really informative to know more about health. Now I thanks to former HOD of Physics Department, Professor C.U. Mary, for sharing her whole memories of Professor Siringi Joseph. Okay, next I move to Professor Cherian Thomas. Thankful to her for your powerful and graceful words and memories too. And stand as a deputy quiz master. Thank you, sir. We all know that welcome speech is an unavoidable section in all events. And thanks to Professor Anu Thomas for welcoming all of us to the section, for their active participation, and we need your full support till the end to make this even more colorful. Once again, I thank you all for making it a great successful. Thank you. Once again, I thank you all and best wishes to all the participants. Thank you.